വി കെ സനോജ് ചേരുകയാണ്. സനോജ്, അങ്ങേറ്റം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ നാടിനെ ഇല്ലാതാക്കുന്ന, ഈ നാടിൻ്റെ യുവത്വത്തെ ഇല്ലാതാക്കുന്ന അതിഭീകരമായ മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായി നിൽക്കുന്നവർ, ഏതാണ്ട് 7-8 ലക്ഷം രൂപയുടെ MDMA-യുമായി പിടിയിലായവർ നമ്മുടെ മുഖ്യമന്ത്രിയുമായി അങ്ങേറ്റം അടുത്ത ബന്ധമുള്ള വ്യക്തികളാണ് എന്ന് വരുന്നത് അങ്ങേറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്. വി കെ സനോജ്, വലിയ ഞെട്ടലോടുകൂടിയാണ് കേരളം ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരേ സമയത്ത് ലഹരിക്കെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിൻ തൂഫാൻ എന്നൊക്കെ പേര് പറഞ്ഞ് ആഘോഷപൂർവ്വം നടപ്പാക്കുന്നു. ആ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നു. അതേസമയം ഇത്തരം ലഹരി കടത്ത് സംഘങ്ങളെ സഹായിക്കുന്ന, ഇവരുമായിട്ട് നല്ല സൗഹൃദം പങ്കുവെക്കുന്ന നിരവധി മന്ത്രിമാരും നേതാക്കന്മാരും കോൺഗ്രസിന്റെ എല്ലാം ഭാഗമായി ഉണ്ടാവുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യമാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് സജീവമായി ഈ പരിഗണനയിൽ വന്നു. അപ്പോഴാണ് അവിടെയുള്ള കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വലിയ എതിർപ്പുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്ന വാർത്ത എന്താണ്? ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്ന ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വീട്ടിൽ നിന്നാണ് 25 കിലോ മറ്റോ കഞ്ചാവ് പോലീസ് പിടിച്ചത്. അദ്ദേഹത്തിന്റെ അനിയൻ ഇപ്പോ ജയിലിലാണോ പുറത്താണോ എന്ന് അറിയില്ല. ഏതായാലും ആ സമയത്ത് അത് വലിയ വാർത്തയായിരുന്നു. അപ്പോ സ്വന്തം അനിയനെ 25 കിലോ കഞ്ചാവുമായി പിടിച്ച കേസ്, അത് അതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് അന്ന് എല്ലാ അർത്ഥത്തിലും തയ്യാറായിട്ടുള്ള ജ്യേഷ്ഠനെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം വലിയ എതിർപ്പിനെ തുടർന്ന് തൽക്കാലം മാറ്റിവെക്കേണ്ടി വന്നു. ഇനി അയാളും ഇതിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മള് വിവിധ കാര്യങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രിയുമായിട്ട് പ്രധാനപ്പെട്ട നേതൃത്വമെല്ലാമായിട്ട് കാറിൽ സഞ്ചരിക്കാനും അവിടെ പോയി ഭക്ഷണം കഴിക്കാനും സൽക്കാരത്തിൽ പങ്കെടുക്കാനും എല്ലാം ഉള്ള നല്ല അടുപ്പമാണ്. ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ വെച്ച് സെൽഫി എടുത്ത ബന്ധമല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഗ്രൂപ്പ് ഫോട്ടോയിൽ വന്ന ബന്ധമല്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള നല്ല ബന്ധം ഇവരുമായിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. വളരെ ഗൗരവമായി അന്വേഷണം നടത്തേണ്ട ഒരു വിഷയമാണ്. കേരളത്തിൽ ആകെ ഞെട്ടലുണ്ടാക്കിയ സംഭവമായി ഇത് മാറിയിട്ടുണ്ട്.